ഹായ്, ഞാൻ നിമിഷ. എല്ലാവർക്കും രാധേഷ് മ്യൂറലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിംഗ് ആണ് പഠിക്കാൻ പോണത്. ബാക്ക്ഗ്രൗണ്ട് കളറിങ്ങിന് എന്തൊക്കെ പെയിൻറ്റ് വേണമെന്ന് നോക്കാം. പെർമനൻ്റ് യെല്ലോ ഓക്കർ. ഞാനിവിടെ പെർമനൻ്റ് യെല്ലോ എടുത്തിരിക്കുന്നത്. അതൊരു ഡ്രോപ്പ് എടുത്തിട്ട് 20 to 30 ml വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ലൈറ്റ് വാഷ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളത്തോടെ നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്യുക. ഇതിന് ലേപനം മെത്തേഡ് എന്നാണ് പറയുക. ഞാൻ പെർമനൻ്റ് എല്ലാം കൊണ്ട് ഷെയ്ഡ് ചെയ്യാൻ കാരണം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. യെല്ലോ ഓക്കർ ഉപയോഗിക്കാം, അത്ര ബ്രൈറ്റ് ഉണ്ടാവില്ല എന്നേ ഉണ്ടാവുള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ. അതേപോലെ യെല്ലോ ഓക്കറും പെർമനൻ്റ് യെല്ലോയും രണ്ടും 50-50% എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കളർ ചെയ്യാം. ഇതേപോലെ ഫുൾ ബാക്ക്ഗ്രൗണ്ടും ഈവൺ ആയിട്ട് അപ്ലൈ ചെയ്യുക ലൈറ്റ് ഷെയ്ഡിൽ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് പെയിൻറ്റിങ് ആണെങ്കിലും ഏത് ലെയർ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ഡാർക്കായിട്ട് ചെയ്യാം. എന്നിട്ട് വെള്ളത്തിൽ ഒന്ന് ബ്രഷ് നന്നായിട്ട് മുക്കിയിട്ട് ആ വെള്ളത്തോട് കൂടിയിട്ട് ഒന്ന് ലൈറ്റ് ഷെയ്ഡ് ചെയ്യാം. ഇതേപോലെ തന്നെ. എന്നിട്ട് ലൈറ്റ് ഷെയ്ഡ് ചെയ്ത് നിർത്തുക. പിന്നെ രണ്ടാമത് തുടങ്ങുമ്പോൾ ആ ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമ്മൾ രണ്ടാമത്തെ ലെയറിന് വേണ്ടി നോക്കുകയാണ്. അതിന് യെല്ലോ ഓക്കർ ഒരു ഡ്രോപ്പും അതിൻ്റെ ഒരു കാ പങ്ക് വെർമിലിയൻ ഹ്യൂ ആണ് വേണ്ടത്. അതായത് 4 ഡ്രോപ്പ് യെല്ലോ ഓക്കർ എടുക്കുമ്പം ഒരു ഡ്രോപ്പ് വെർമിലിയൻ ഹ്യൂ. അതിനകത്ത് ഒരു 50 to 60 ഡ്രോപ്സ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും നല്ല പോലെ തന്നെ ലൈറ്റ് ഷെയ്ഡായിരിക്കണം. അതുകൊണ്ട് ഇത്തിരി വെള്ളം കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ ചെയ്യുന്ന പെയിൻറ്റിങ് ചെറിയ ഇതായതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ പാത്രത്തിൽ കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മൾ വലിയ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ ലെയറിനുള്ള പെയിൻറ്റിങ്ങും ആദ്യം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ കോമ്പിനേഷനിൽ നല്ല ഡിഫറൻസ് വരും. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി വെക്കുക. എന്നിട്ട് കുറച്ച് നമുക്ക് അതിനെടുത്തിട്ട് പെയിൻറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ ഫസ്റ്റ് ലെയർ ചെയ്തതിൻ്റെ ഔട്ട്ലുക്ക്. ഇനി നമ്മൾ ഇതിൽ സെക്കൻഡ് ലെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ ലേപനം മെത്തേഡിലാണ് ഇവിടെ സെക്കൻഡ് ലെയറും ചെയ്യുന്നത്. ഇതേപോലെ ലൈറ്റ് വാഷ് എവിടെയൊക്കെ നമ്മൾ യെല്ലോ കളർ കൊടുത്തു അവിടെ മുഴുവനും കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങനെ ലേപന മെത്തേഡിൽ ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നിറയെ ബ്രഷ് പാച്ചസ് വരും. പിന്നെ നമ്മൾ ചിലപ്പോൾ തേർഡ് ലെയർ കൊടുക്കുമ്പോൾ അതിങ്ങനെ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരേ ഡയറക്ഷനിൽ പതുക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒക്കെ ബ്രഷ് പാച്ചസ് വരാൻ സാധ്യതയുണ്ട്. സാരമില്ല, 1-2 പെയിൻറ്റിങ് ആവുമ്പോൾ നമുക്ക് ആ ടെക്നിക്ക് മനസ്സിലാവും. വളരെ സ്ലോ ആയിട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. ഇടയിൽ നിർത്തുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈറ്റ് ഷെയ്ഡ് ചെയ്തിട്ട് നിർത്താൻ പാടുള്ളൂ. നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റഡ് ഫോം എങ്ങനെയുണ്ട് നോക്കാം. എൻ്റെ സെക്കൻഡ് ലെയർ ചെയ്തതിൻ്റെ കുറച്ച് ബ്രഷ് പാച്ചസ് എല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് തേർഡ് ലെയറിൽ അത് കവർ ചെയ്യാം. ഇനി നമ്മൾ തേർഡ് ലെയറാണ് ചെയ്യാൻ പോണത്. തേർഡ് ലെയറിന് യെല്ലോ ഓക്കറും വെർമിലിയൻ ഹ്യൂ തന്നെയാണ്, സെയിം റേഷ്യോ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ലൈനർ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തേർഡ് ലെയർ ചെയ്യാൻ പോണത്. മൂന്നാമത്തെ ലെയറിലും അതേപോലെ തന്നെ വെർമിലിയൻ ഹ്യൂവും യെല്ലോ ഓക്കറും നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. നേരത്തെ അത്ര വെള്ളം ആവശ്യമില്ല. ഇവിടെ ഒരു 20 to 30 ഡ്രോപ്സ് വെള്ളം ആവശ്യമുള്ളൂ. പെയിൻറ്റ് കുറച്ച് തിക്നെസ് ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെറിയ രേഖകൾ വരച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് രേഖികം. രേഖികം വരയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ചെറിയ രേഖകൾ വരച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കവർ ചെയ്യണം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ പുറത്ത് കാണാൻ പാടില്ല. വളരെ സ്ലോ ആയിട്ട് വേണം വരയ്ക്കാൻ. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ള പേപ്പറിൽ വരച്ച് കാണിച്ചു തരുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ഫുള്ള് ചിത്രത്തിലും വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ സൈഡെല്ലാം വന്നിട്ട് ആദ്യം ഡാർക്ക് കൊടുക്കുക. എന്നിട്ട് കുഞ്ഞു രേഖകൾ വരച്ചിട്ട് ഫില്ല് ചെയ്യുക.
ആദ്യം ഒന്ന് റഫ് പേപ്പറിലൊന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്ത ശേഷം ക്യാൻവാസിൽ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഐഡിയ കിട്ടും നമുക്ക്. പിന്നെ വരയ്ക്കുമ്പോൾ വര കുറച്ച് വലുതായാലും കുഴപ്പമില്ല, പക്ഷേ അത് ഫുള്ള് കവർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം, എവിടെയും ഗ്യാപ്പ് കാണരുത്. ഇപ്പോൾ ആദ്യമായിട്ട് ഒരാൾ മ്യൂറൽ പെയിൻറ്റിങ് വരയ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈ ഡ്രോയിങ് ഷീറ്റ് കിട്ടും. 300-400 GSMൻ്റെ തിക്നെസ്സുള്ള ഡ്രോയിങ് ഷീറ്റ് കിട്ടും. അപ്പോൾ അതിൽ ഇതേപോലെ ഒന്ന് വരച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് കളറിങ് ചെയ്തിട്ട് പിന്നെ ക്യാൻവാസിൽ ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. രേഖികം വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ് മാത്രമല്ല നമ്മൾ ഹൈലൈറ്റിങ്ങിനും ഉപയോഗിക്കാറുണ്ട്. ഇപ്പം മാനൊക്കെ ഉണ്ട് പറഞ്ഞാൽ അതിൻ്റെ ഹെയർ എല്ലാം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാം. നല്ല ഒരു ഡിസൈനാണ് ഇത്. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം. സൈഡെല്ലാം നല്ല ഡാർക്ക് കൊടുത്തിട്ട് പിക്ചറിൻ്റെ സെൻട്രൽ പാർട്ടിലേക്ക് വരുമ്പോൾ വളരെ പെയിൻറ് കുറച്ച് ലൈറ്റ് ഷെയ്ഡിങ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ ഈവൻ ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ് എന്നുള്ളത് കുറച്ച് വലിയൊരു പ്രോസസ്സാണ്. 3 ലെയറൊക്കെ അല്ലേ, ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുമ്പം ചിലപ്പോൾ അത് പെർഫെക്ഷൻ കിട്ടില്ല. പ്രത്യേകിച്ച് ഈ 3rd ലെയർ എല്ലാം ചെയ്യുന്ന സമയത്ത് നല്ല ക്ഷമ ആവശ്യമുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. ഞാനിവിടെ വീഡിയോ എടുത്തത് ഹൈപ്പർ ലാപ്സിലിട്ടിട്ടാണ്, അതുകൊണ്ടാണ് ഇത്ര സ്പീഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ ചെയ്തത്. അത് വീഡിയോ ലെങ്ത്ത് കൂടണ്ട പറഞ്ഞിട്ട് ഞാനൊന്ന് ഹൈപ്പർ ലാപ്സിലാണ് വീഡിയോ ഫുള്ള് ഷൂട്ട് ചെയ്തത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ ഒരൊറ്റ ലെയർ കൊണ്ട് ഈ രേഖകം നീറ്റ്നെസ് ആവില്ല, ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കവർ ആവില്ല. അപ്പോൾ ഒരു ലെയറും കൂടി ആവശ്യമുണ്ടാവും. ഞാനിവിടെ 2 ലെയറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈന് വരയ്ക്കുമ്പോൾ ഒരുപാട് വലിയ ലൈന് വരയ്ക്കാതെ കുഞ്ഞു ലൈന് വരച്ചു കഴിഞ്ഞാൽ നീറ്റ്നെസ് കുറച്ചും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. രേഖികം ആദ്യം ഒന്ന് റഫ് പേജിലൊക്കെ ചെയ്തിട്ട് നോർമൽ ക്യാൻവാസിലേക്ക് ചെയ്താൽ മതി. ഇത് ചെയ്തതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് പാരറ്റ് അതേപോലെ ട്രീ എല്ലാം എങ്ങനെയാണ് കളർ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.